Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics types of fluid motion, vorticity, circulation, and some problems. First topic, types of fluid motion. A fluid element while moving may undergo any or combination of following four types of displacement. First one, linear translation or pure translation. Second one, linear deformation. Third one, angular deformation. Fourth one, rotation. ഒരു ഫ്ലൂയിഡ് എലമെൻറ്റ് അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനി വൺ ഓർ കോമ്പിനേഷൻ. ആ എനി വൺ ആയിട്ട് നോർമലി ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യൽ വളരെ റെയറാണ്. നോർമലി എന്താ, ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ നാലെണ്ണത്തിൻ്റെയും കോമ്പിനേഷനായിട്ടാണ് ഫ്ലൂയിഡ് എലമെൻറ്റ് ആ മോഷൻ ഉണ്ടാവുക. ഈ നാലെണ്ണത്തിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഉണ്ടാവുക. അതിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലീനിയർ ട്രാൻസ്ലേഷൻ ഓർ പ്യുവർ ട്രാൻസ്ലേഷൻ. It is defined as the movement of fluid element in such a way that it moves bodily from one position to another. ലീനിയർ ട്രാൻസ്ലേഷൻ എന്താണെന്ന് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ്, ആ സ്ക്വയർ ഷേപ്പ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ, അത് ആ ബോഡി എൻ്റയർ ബോഡി വേറൊരു പുതിയ ലൊക്കേഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഇതിൻ്റെ സൈഡോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് ഒരു ടൈപ്പിൽ എന്താണ്, സോളിഡ് ബോഡി മോഷൻ. ഒരു സോളിഡ് ഒബ്ജക്റ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ലീനിയർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സെയിം ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് എന്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു പുതിയ പൊസിഷൻ, അതായത് ഒരു ടൈം പീരീഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പുതിയ ലൊക്കേഷൻ സെയിം ഷേപ്പ് തന്നെയാണ്. അതാണ് ഈ മൂവ്സ് ബോഡിലി ഫ്രം വൺ പൊസിഷൻ ടു അനദർ എന്ന് പറയുന്നത്. അത്തരം മോഷൻ എന്താണ്, ലീനിയർ ട്രാൻസ്ലേഷൻ ആണ്. സെക്കൻഡ് വൺ, ലീനിയർ ഡീഫോർമേഷൻ. It is defined as deformation of a fluid element in linear direction when the element moves. The axes of the element in deformed position and undeformed positions are parallel, but their length changes. ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, ലീനിയർ ഡീഫോർമേഷൻ ആണ്. ആ സ്ക്വയർ ഷേപ്പ് അതെന്താണ്, ഇനീഷ്യൽ പൊസിഷനാണ്. ഒരു ടൈം ടിക്ക് ശേഷം ലീനിയർ ഡീഫോർമേഷൻ ആണെങ്കിൽ ആ എലമെൻറ്റിന് ഉണ്ടാകുന്ന ചേഞ്ചാണ് അതിന് മുകളിൽ തന്നെ കാണിച്ചിരിക്കുന്നത്, ആ ഡാഷ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ലീനിയർ ഡിഫോർമേഷൻ്റെ ഫീച്ചർ എന്താണ്, മീൻസ് ഇവിടെ ഒരു ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആയിരിക്കും. ആ ഒറിജിനൽ ഫിഗർ ഷെയ്ഡഡ് ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ആ ലീനിയർ ഡിഫോർമേഷൻ ശേഷം ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ ആക്സസ് ഒക്കെ എന്തായിരിക്കും, പാരലൽ തന്നെയായിരിക്കും. ആ ഇനീഷ്യൽ പൊസിഷനും ഡിഫോംഡ് പൊസിഷനൊക്കെ നോക്കിയാലും അതിൻ്റെ ആക്സസ് പാരലൽ തന്നെയായിരിക്കും. പക്ഷേ എന്താ, അതിൻ്റെ ലെങ്ത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സ് എടുത്ത ഇനീഷ്യൽ കേസിൽ ഇത്രപ്പുറം മാത്രമേ ഉള്ളൂ, ഡിഫോംഡ് പൊസിഷൻ എന്താണ് ഇത്രയും വന്നു. പക്ഷെ എന്താ, അത് രണ്ട് പാരലൽ തന്നെയാണ്. അത്രയും ടൈപ്പ് മോഷൻ എന്താണ്, ലീനിയർ ഡീഫോർമേഷനാണ്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീഫോം ചെയ്യുന്നുണ്ട്. നോർമലി ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്താണ്, വിച്ച് ഈസ് അണ്ടർ കണ്ടിന്യൂസ് ഡീഫോർമേഷൻ, വിച്ച് എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ഡീഫോർമേഷൻ. അതുകൊണ്ട് എന്താ, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു. പക്ഷേ ലീനിയർ ഡീഫോർമേഷനിൽ എന്താണ്, അത് നമുക്ക് ആ ആക്സിസിൻ്റെ പാരലൽ ആ കണ്ടീഷനൊന്നും മാറുന്നില്ല. അതാണ് ലീനിയർ ഡിഫോർമേഷൻ്റെ കേസ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വൺ, ആംഗുലാർ ഡിഫോർമേഷൻ. ആംഗുലാർ ഡിഫോർമേഷൻ ഇൻവോൾവ് എ ഡിസ്റ്റോർഷൻ ഓഫ് ദി എലമെൻറ്റ് ഇൻ വിച്ച് സൈഡ്സ് ഓഫ് ദി എലമെൻറ്റ് ദാറ്റ് വർ ഒറിജിനലി പെർപെൻഡിക്കുലർ ആർ നോ ലോങ്ങർ പെർപെൻഡിക്കുലർ. ഇതാണ് ആംഗുലാർ ഡിഫോർമേഷൻ കാണിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഫിഗർ ഇതാണ്. ഈ ഡെഫിനിഷൻ എന്താ പറയുന്നത്, സൈഡ്സ് ഓഫ് ദ എലമെൻറ്റ് ദാറ്റ് ആർ ഒറിജിനലി പെർപെൻഡിക്കുലർ. ഇതിലേതാ പെർപെൻഡിക്കുലർ, ആ ഇനീഷ്യൽ ഫിഗർ നോക്കിയാൽ എന്തായിരിക്കും, ഈ ഒരു വെർട്ടിക്കൽ സൈഡും ഈ ഒരു ഹൊറിസോണ്ടൽ സൈഡും അതെന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ഇനി ഡീഫോംഡ് പൊസിഷൻ ആണെങ്കിലോ, ഇതാണ് ഒരു സൈഡ്, ഇതാണ് അടുത്ത സൈഡ്, അത് പെർപെൻഡിക്കുലർ ആണോ, അല്ല. ആ പെർപെൻഡിക്കുലറിസം പോയി. ആംഗുലാർ ഡിഫോർമേഷൻ എന്ന് വെച്ചാൽ ആ ഫ്ലൂയിഡ് എലമെൻറ്റിന് എന്താണ്, ഒരു ആംഗുലാർ ഡിസ്റ്റോർഷൻ സംഭവിച്ചു. അത്തരം മോഷൻ പറയുന്ന പേരെന്താണ്, ആംഗുലാർ ഡീഫോർമേഷൻ എന്നാണ്. അടുത്തത് റൊട്ടേഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മൂവ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ സൈഡ്സ് ഓഫ് ദി എലമെൻറ്റ് റിമെയിൻസ് ദ സെയിം ആൻഡ് നോ ആംഗുലാർ ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ്. ദി സിറ്റുവേഷൻ ഈസ് ഓൾസോ കോൾഡ് പ്യുവർ റൊട്ടേഷൻ.
റൊട്ടേഷൻ അല്ലെങ്കിൽ പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫിഗർ നോക്കിയാൽ തന്നെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് എൻ്റെ ബോഡി എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ? ഈ ഒരു ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ സെയിം ആംഗിൾ ആ റൊട്ടേറ്റഡ് എലമെൻറ്റിനും ആ സെയിം ആംഗിൾ തന്നെ അവിടെയുണ്ട്. ആ ഇൻക്ലൂഡഡ് ആംഗിളിന് എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? എൻ്റെ ആക്സിസ്, ഈ ഒരു ആക്സിസും ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു. ഇതെന്താണ്? ഇതും ഒരു ടൈപ്പ് ഓഫ് സോളിഡ് ബോഡി മോഷൻ തന്നെയാണ് അല്ലേ? കാരണം ഇവിടെ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല. റൊട്ടേഷൻ കുറച്ചും കൂടെ ഇതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കലും കൂടെ പഠിക്കാനുണ്ട്. കാരണം ഈ ഏരിയയിൽ നിന്നാണ് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ് നോർമലി. റൊട്ടേഷൻ നമുക്കെന്താ? അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ആംഗുലാർ വെലോസിറ്റിയുടെ ടേംസിലാണ് പറയുന്നത്. ഈ ആംഗുലാർ വെലോസിറ്റി അത് 0 ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ റൊട്ടേഷൻ ഇല്ല. ഓക്കെ, ഫസ്റ്റ് ദ ആംഗുലാർ വെലോസിറ്റി ഇൻ XY പ്ലെയിൻ ഒമേഗ z ഈസ് ഈക്വൽ ടു ഹാഫ് ∂V/∂x മൈനസ് ∂U/∂y. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് എന്താണ്? XY പ്ലെയിനാണ്. XY പ്ലെയിനിലെ ആംഗുലാർ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് ω/z എന്നാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലൂയിഡ് എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് എബൌട്ട് ഏത് ആക്സിസാണ്? Z ആക്സിസാണ്. മീൻസ് ഇത് XY, ഈ XY പ്ലെയിൻ, ഈ ഒരു എലമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഏതിനെ ബേസ് ചെയ്തായിരിക്കും? Z ആക്സിസ് എന്ന് പറഞ്ഞാൽ XYന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ആക്സിസ്, അതിനെ എബൌട്ട് ആയിട്ടായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ WZ എന്ന് വരുന്നതിൻ്റെ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ഇൻ XY പ്ലെയിൻ അത് എന്താണ്? ω/z ആണ്. കാരണം ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് Z ആക്സിസ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. സിമിലർലി ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് തൽക്കാലം ആവശ്യമില്ല. ഇത് വെച്ചുള്ള പ്രോബ്ലമാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതർ റൊട്ടേഷൻ കമ്പോണൻസ് ഇതെന്താണ്? എബൌട്ട് Z ആക്സിസ് മാത്രമേ ഏറ്റു. എബൌട്ട് X ആക്സിസ് ആണ് വരുന്നെങ്കിൽ അങ്ങനെ ഏതാ? ഹാഫ് ഇൻറ്റു ∂W/∂y മൈനസ് ∂V/∂z ω/y ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ∂U/∂z മൈനസ് ∂W/∂x. ω/XYZ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി അല്ലേ? അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് വെക്ടർ നൊട്ടേഷനിൽ എഴുതാൻ വേണ്ടി പറ്റും വിത്ത് ഹെൽപ്പ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ്. അങ്ങനെ ഏതാ? വെക്ടർ ω ഈസ് ഈക്വൽ ടു ω/XI പ്ലസ് ω/YJ പ്ലസ് ω/ZK. ഈ എക്സ്പ്രഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, ω ഈസ് ഈക്വൽ ടു ω/XI പ്ലസ് ω/YJ പ്ലസ് ω/ZK. അത് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ∇×V. ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ∇×V എന്ന് വെച്ചാൽ എന്താണ്? വെക്ടർ കാൽക്കുലസ് പഠിച്ചിട്ടുണ്ടാവും. ഈ ബാക്കി ക്ലാസ് ഈ ഒന്നാമത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഈ ഒരു ഏരിയയിൽ വെക്ടർ കാൽക്കുലസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടെ മാത്സ് പഠിച്ചത് കുറച്ചും കൂടെ ഡെപ്തിൽ അറിഞ്ഞിരുന്നാൽ ക്ലാസ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതും കൂടെ നോക്കിയതിന് ശേഷം ക്ലാസ് കാണുന്നതിനും കുറച്ചും കൂടെ നല്ലതുണ്ടാവുക. ഓക്കെ, ഈ ∇×V എന്താണ്? ആക്ച്വലി കേൾ ഓഫ് വെലോസിറ്റി വെക്ടറാണ്. ഈ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നത് ശരി തന്നെ ഒന്ന് നോക്കാം. വെലോസിറ്റി വെക്ടർ ഈസ് ഈക്വൽ ടു UI പ്ലസ് VJ പ്ലസ് WK. ഓക്കെ, നോർമലി ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ്. വെലോസിറ്റി വെക്ടറിൻ്റെ എക്സ് കമ്പോണൻറ്റ് U ആണ്, Y കമ്പോണൻറ്റ് V ആണ്, Z കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? W ആണ്. ഇതാണ് അതിൻ്റെ വെക്ടർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ∇×V അല്ലെങ്കിൽ കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ അതങ്ങനെ എഴുതുന്നത് മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ഡിറ്റർമിനൻ്റ് ഫോമിന് അങ്ങനെ എഴുതുന്നത് IJK ∂/∂x ∂/∂y ∂/∂z ദെൻ UVW. ഇതിനെന്ത് ചെയ്യണം? ഇനി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ത് വരും? I ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു I എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇതും ഒഴിവാക്കുക. അതിനുശേഷം ഇങ്ങനെ ∂W/∂y മൈനസ് എന്താണ്? ∂V/∂z. അടുത്തെന്താണ്? നോർമലി മൈനസ് ആണല്ലേ ഡിറ്റർമിനൻ്റ് എന്ന സമയത്ത്. ഞാനിവിടെ എന്താണ്? പ്ലസ് ആണ് എഴുതിയിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഈ ജെൻ്റെ അകത്തുള്ള ടേംസിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്താണ്? J എടുക്കുന്ന സമയത്ത് എന്താണ്?
ഇതും ഒഴിവാക്കണം, ഇതും ഒഴിവാക്കണം. അതിനുശേഷം നോർമലി ചെയ്യേണ്ടത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ് അല്ലേ. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഡോ യു ബൈ ഡോ സെഡ് ചെയ്തു. നേരെ ഇപ്പുറ സൈഡ് എടുത്തു. മൈനസ് എന്ത് ചെയ്തു, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. മീൻസ് എന്താ, ഈ പ്ലസ് ഇട്ടാലും പ്രശ്നമില്ല, കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പ്ലസ് എന്താ, കെ ഇൻറ്റു ഇത്രയും ഒഴിവാക്കണം. ബാക്കി എന്താ, ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ. അതിനുശേഷം ഇതെന്താണ്, ഡെൽ ക്രോസ് വി ആണല്ലേ. എനിക്ക് ഇനി ഹാഫ് ഇൻറ്റു ഡെൽ ക്രോസ് വി എടുക്കുന്നത് എന്ത് വരും, ഇവിടെ ഹാഫ് വരും, ഇവിടെയും ഹാഫ് വരും, ഇവിടെയും ഹാഫ് വരും. ഓക്കെ, എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഹാഫ് ഇൻറ്റു ഈ ടേം എന്താണ്, ഒമേഗ എക്സ് ആണ്. തൊട്ട് മുമ്പിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഒമേഗ എക്സിൻ്റെ ഒമേഗ വൈൻ്റെ ഒമേഗ സെഡിൻ്റെ എക്സ്പ്രഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് ഒമേഗ എക്സ് ആണ്, സെക്കൻഡ് ഹാഫ് ഇൻറ്റു ടേം എന്ന് പറയുന്നത് ഒമേഗ വൈ ആണ്, തേർഡ് ഹാഫ് ഇൻറ്റു ഇത് പറയുന്നത് എന്താണ്, ഒമേഗ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി എനിക്ക്, ഹാഫ് ഇൻറ്റു ഡെൽ ക്രോസ് വി ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം കിട്ടി. അതെന്താണ്, ഒമേഗ വെക്ടറാണ്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ സെഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇല്ലേ ബൈഹാർട്ട് ഓടിക്കണ്ട, നോക്കിയിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയിട്ട് എഴുതാം, ഈ ഒരു എക്സ്പ്രഷൻ ഈ ഡിറ്റർമിനൻ്റ് ഫോം നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഒരു ഹാഫ് ഇട്ട് കൊടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇതെന്താണ് ഒമേഗ സെഡ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എന്താണ്, ഒമേഗ സെഡ്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യമാണ് ഒമേഗ സെഡ് എന്ന് പറയുന്നത്. ഒന്നിക്കൽ ഇത് ബൈഹാർട്ട് ഓടിക്കുക, അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് എന്താണ് അത് എഴുതാൻ വേണ്ടി പഠിക്കുക. അടുത്ത ടേം വോർട്ടിസിറ്റി. വോർട്ടിസിറ്റി ഈസ് ഡിഫൈൻഡ് മാത്തമാറ്റിക്കലി ആസ് കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ. വോർട്ടിസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വോർട്ടിസിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇത് പറയുന്ന സമയത്ത് ആദ്യം ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ പറയും, അതിനുശേഷം അതിൻ്റെ ഫിസിക്കൽ മീനിങ്. നമുക്ക് രണ്ടും വേണം. മാത്തമാറ്റിക്കൽ റിലേഷൻ എന്തിനാണ്, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിസിക്കൽ മീനിങ് എന്ന് വെച്ചാൽ ഓക്കെ, ആസ് എൻ എഞ്ചിനീയർ അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വോർട്ടിസിറ്റി മാത്തമാറ്റിക്കൽ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ. നോർമലി കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ, കേൾ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. നോർമലി വോർട്ടിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വോർട്ടിസിറ്റി ഇൻ എ ഫ്ലൂയിഡ് മോഷൻ ഈസ് ടേക്കൺ numerically equal to twice the value of rotation and is given as 2 omega. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കേൾ ഓഫ് എ വെക്ടർ എന്ന് വെച്ചാൽ വെലോസിറ്റി വെക്ടർ ആണ്. അങ്ങനെ എഴുതുക, കേൾ എന്ന് വെച്ചാൽ ഡെൽ ക്രോസ് വി. ഡെൽ ക്രോസ് വി അതാണ് നമ്മളെ വോർട്ടിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി എന്തുണ്ട്, ഒമേഗക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു ഡെൽ ക്രോസ് വി ആണ്. വോർട്ടിസിറ്റി പറഞ്ഞാൽ 2 ഒമേഗയാണ്. ഇതിനെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടും, ഈ ഹാഫ് പോയിട്ടുണ്ടാവും, ബാക്കി എന്താ ഉണ്ടാവുക, ഡെൽ ക്രോസ് വി ആണ്. അല്ലെങ്കിൽ വോർട്ടിസിറ്റി വെക്ടർ ഈസ് ഈക്വൽ ടു ഒമേഗ ഈസ് ഈക്വൽ ടു ഇതെന്താ, ഇത് ക്യാപിറ്റൽ ഒമേഗയാണ്, എന്താണ് സ്മോൾ ലെറ്റർ ഒമേഗ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഒമേഗ ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് വി, അതായത് 2 ടൈംസ് ഒമേഗ. അതാണ് വോർട്ടിസിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫോം ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതിയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണ് ആ വോർട്ടിസിറ്റി വെക്ടർ അങ്ങനെ എഴുതാം. വെലോസിറ്റി വെക്ടർ വി ആണ്, വി ഈസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ ആണെങ്കിൽ ദെൻ ഡെൽ ക്രോസ് വി, ഇതെന്താണ് ഡെൽ ക്രോസ് വി എന്ന് പറയുന്നത് വോർട്ടിസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ വെക്ടർ. ഓൾറെഡി പറഞ്ഞ പോലെ ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് യു വി ഡബ്ല്യു. പിന്നെ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്പാൻഡ് എഴുതുക, എന്താണ് കിട്ടുന്ന സാധനം എന്തായിരിക്കും, ഡെൽ ക്രോസ് വി അല്ലെങ്കിൽ വോർട്ടിസിറ്റിയാണ് കിട്ടുന്നത്. ഇതിന് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലോ റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഡെൽ ക്രോസ് വി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ 0 ആണോ അല്ലോ നോക്കുക. 0 ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ റൊട്ടേഷനില്ല, ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം ചെയ്യും, അന്നേരം ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണ് നോക്കാം. വോർട്ടിസിറ്റി ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് എ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഓൾറെഡി ഇപ്പം പറഞ്ഞതല്ലോ, എന്താ വോർട്ടിസിറ്റി ഈസ് എ മെഷർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ. ഈ വോർട്ടിസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലോ ഫീൽഡ് ഈസ് നോൺ സീറോ, ദെൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ സ്പേസ് ഈസ് റൊട്ടേറ്റിംഗ്. ദ ഫ്ലോ ഇൻ ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് റൊട്ടേഷണൽ. വോർട്ടിസിറ്റി കണ്ടുപിടിച്ചു, എനിക്ക് കിട്ടുന്നത് ഒരു നോൺ സീറോ വാല്യൂ ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ എന്തുണ്ട്, റൊട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഫ്ലോ എന്താണ്, റൊട്ടേഷണൽ ഫ്ലോ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു റീജിയൻ, ഇവിടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് എന്താ, ഇവിടുത്തെ
വോർട്ടിസിറ്റി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും. ഇനി വോർട്ടിസിറ്റി 0 ആണെങ്കിലോ, ഇഫ് ദ വോർട്ടിസിറ്റി ഇൻ എ റീജിയൻ ഓഫ് ഫ്ലോ ഈസ് 0 ഓർ നെഗ്ലിജിബിളി സ്മോൾ ദെൻ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആർ നോട്ട് റൊട്ടേറ്റിംഗ്. വോർട്ടിസിറ്റി 0 ആണെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അവിടുത്തെ ഫ്ലോ അന്നേരം എന്തായിരിക്കും, ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവില്ല, നോർമലി ഇറൊട്ടേഷണൽ ഫ്ലോ. ഇതാണ് കുറച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്താണ്, ഒരു വെലോസിറ്റി വെക്ടർ എന്നിട്ട് നമുക്ക് അത് റൊട്ടേഷണൽ ഫ്ലോ ആണോ ഇറൊട്ടേഷണൽ ഫ്ലോ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വോർട്ടിസിറ്റി കണ്ടുപിടിക്കുക. വോർട്ടിസിറ്റി കണ്ടുപിടിച്ചിട്ടൊരു 0 വാല്യൂ കിട്ടുന്നെങ്കിലോ അത് ഇറൊട്ടേഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോൺ സീറോ ആണെങ്കിൽ റൊട്ടേഷനാണ്. അടുത്ത ടേം സർക്കുലേഷൻ. സർക്കുലേഷൻ സിമ്പിൾ ഗാമയാണ്, ക്യാപിറ്റൽ ലെറ്റർ ഗാമയാണിത്. സർക്കുലേഷൻ ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ദ ഫ്ലോ ഫീൽഡ്. മാത്തമാറ്റിക്കലി എന്താണ്, ഇറ്റ് ഈസ് എ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് കോണ്ടൂർ ഇൻ ദ ഫ്ലോ ഫീൽഡ്. ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ഉണ്ട്. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ആരാണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ്. ആ ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ലൈൻ ഇൻ്റഗ്രൽ അറൗണ്ട് എ ക്ലോസ്ഡ് കോണ്ടൂർ എടുത്താൽ കിട്ടുന്നതാണ് സർക്കുലേഷനാണ്. ആദ്യം അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോസ്ഡ് കോണ്ടൂർ കാണിച്ചിട്ടുണ്ട്. അതിലൊരു സ്മോൾ എലമെൻ്റാണ് ഡി എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി എസ്, അതിന് ഞാനൊരു വെക്ടർ നൊട്ടേഷൻ കൊടുക്കുന്നത്. ഡി എസ് ഈസ് എ സ്മോൾ എലമെൻറ്റ് ഓൺ ദ സർഫസ്. അതിന് ഞാൻ ഒരു വെക്ടർ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ആരും കൊടുത്തിട്ടുണ്ടാവുക, ബൈ അസൈനിങ് എ ഡയറക്ഷൻ. ഞാൻ എടുക്കുന്നത് എന്താ, ഒരു ഡി എസ് ഒരു എലമെൻ്റ് ഉണ്ട്, ബൈ അതിനൊരു ഡയറക്ഷൻ അസൈൻ ചെയ്യുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അതൊരു ഡയറക്ഷൻ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് വെക്ടറായി. ഓക്കെ, എന്താണ്, ഡി എസ് വെക്ടർ ആയി. അതിനുശേഷം വി ഈസ് ദി ടാൻജൻഷ്യൽ വെലോസിറ്റി വെക്ടർ. അവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി വെക്ടർ ആരാണ്, വി ആണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്തമാറ്റിക്കലി സർക്കുലേഷൻ അങ്ങനെ എഴുതാം, ഗാമ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ്. ഈ ഇൻ്റഗ്രൽ സിമ്പിൾ എന്താ കാണിക്കുന്നത്, ഇൻ്റഗ്രേഷൻ അറൗണ്ട് എ കർവ്. അതായത് ഗാമ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ്. അതാണ് സർക്കുലേഷൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നൊരു ടേംസിലേക്ക് അതിനെ മാറ്റണം. ഓക്കെ, വി ഈസ് ഈക്വൽ ടു യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ. അതിനുശേഷം ഡി എസ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ. കമ്പോണൻസ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ് വെക്ടറും വെച്ചിട്ട് വെക്ടർ നൊട്ടേഷനിൽ കാണിച്ചതാണ്. ഇനി എന്താ, വി ഡോട്ട് ഡി എസ്. സർക്കുലേഷൻ എന്താണ്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ് ആണ്. ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നത്, വി ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എടുക്കാം, യു ഐ പ്ലസ് വി ജെ പ്ലസ് ഡബ്ല്യു കെ ഡോട്ട് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെറ്റ് കെ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെ, ഓരോ ടേമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ ഉണ്ടാവും 0 ആണ്, ഐ ഡോട്ട് കെയും 0 ആണ്. അതേപോലെ എന്താ, അതിൻ്റെ സിമിലർ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ ഡോട്ട് ഐ മാത്രമേ ഉണ്ടാവുള്ളൂ, അതേപോലെ ജെ ഡോട്ട് ജെ മാത്രമേ ഉണ്ടാവുള്ളൂ, കെ ഡോട്ട് കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ടേംസ് എന്തായി പോകും, 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ എന്താ ബാക്കി ഉണ്ടാവുക, വി ഡോട്ട് ഡി എസ് ഈക്വൽ ടു യു ഡി എക്സ് പ്ലസ് വി ഡി വൈ പ്ലസ് ഡബ്ല്യു ഡി സെറ്റ്. ഇത്ര മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ സർക്കുലേഷൻ എങ്ങനെ ഏതാ, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ പ്ലസ് ഡബ്ല്യു ഡി സെറ്റ്. ഇതാണ് സർക്കുലേഷൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമായ ഇക്വേഷനും ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് നോക്കാം. എന്താണ്, സർക്കുലേഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദി എമൗണ്ട് ഓഫ് പുഷ് വൺ ഫീൽസ് വൈൽ മൂവിങ് അലോങ് എ ക്ലോസ്ഡ് പാത്ത്. എന്തായാലും മീനിങ് എന്താണ്, ഒരു ക്ലോസ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പുഷ്, ആ ക്ലോസ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന പുഷ് എന്താണ്, അതാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ, ഇവിടെയും മൂവ്മെൻറ്റ് എറർ സർക്കുലേഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ പറയാം, ഒരു ക്ലോസ്ഡ് കർവിൽ മൂവ് ചെയ്യുന്നുണ്ടല്ലേ, ക്ലോസ്ഡ് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. മീൻസ് ഒരു മാക്രോസ്കോപ്പിക് സ്കെയിലിലൊരു റൊട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് അത് വന്നു. വോർട്ടിസിറ്റി എന്താണ്, വോർട്ടിസിറ്റി ഹൗവർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് എ പാത്ത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് എ പോയിൻറ്റ് ആൻഡ് വുഡ് ഇൻഡിക്കേറ്റ് ദ റൊട്ടേഷൻ ഇൻ ദ ഫ്ലോ ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. വോർട്ടിസിറ്റിയുടെ സമയത്ത് എന്താ, അതൊരു മൈക്രോസ്കോപ്പിക് കൺസെപ്റ്റാണ്. മൈക്രോ മീൻസ് സ്മോൾ, മാക്രോ മീൻസ് ബിഗ്. അത് ശരിക്കും എന്താ, അറ്റ് എ പോയിൻ്റ് എന്നുള്ള രീതിയിലാണ് വോർട്ടിസിറ്റി വരുന്നത്.
അതുകൊണ്ടാണ് പറയുന്നത് അത് ഒരു മൈക്രോസ്കോപ്പിക് കൺസെപ്റ്റാണ്, അല്ലാണ്ട് അത് എറോങ് പാത്തൊന്നും എടുക്കുന്നില്ല. നേരെ മറിച്ച് സർക്കുലേഷൻ്റെ ടേംസിലോട്ട് പോകുന്ന സമയത്തോ അത് പാത്തായി, കുറച്ചും കൂടെ വലിയ കൺസെപ്റ്റായി. ഓക്കെ, ഇത് ഫിസിക്കൽ മീനിങ് പറഞ്ഞാൽ സർക്കുലേഷനൊന്നുമില്ല, ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പുഷ്, അതാണ് ശരിക്കും അതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് വരുന്നത്. ഇനി ഈ വോർട്ടിസിറ്റിയും സർക്കുലേഷനും തമ്മിൽ റിലേഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്റ്റോക്സ് തിയറം വെച്ചിട്ട്. സ്റ്റോക്സ് തിയറം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റോക്സ് തിയറം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇതാണ് നമ്മളെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദി ഏരിയ, അങ്ങനെ ഒരു ഡെൽ ക്രോസ് വി ഡോട്ട് എൻ ഡി എ. ഈ ഡി എ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇവിടെയിലെ ഒരു എലമെൻ്റൽ ഏരിയ ആണ് ഡി എ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് നോർമൽ വെക്ടറാണ് എന്ത്? എൻ എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ എൻ്റയർ ഏരിയ. ഇതാണ് സ്റ്റോക്സ് തിയറം വെച്ചിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഇത് ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു സാധനം എന്താണ്? ഡെൽ ക്രോസ് വി എന്ന് പറഞ്ഞാൽ വോർട്ടിസിറ്റിയാണ്. ഇതെന്താണ്? ഏരിയ. അങ്ങനെ നമുക്ക് ഏകദേശം അങ്ങനെ പറയാതെ. ഇതെന്ന് വെച്ചാൽ സർക്കുലേഷൻ ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ വേണ്ടി പറ്റും? വോർട്ടിസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറയാം. അല്ലെങ്കിൽ വോർട്ടിസിറ്റി എന്തായിരിക്കും? വോർട്ടിസിറ്റി അറ്റ് എ പോയിൻ്റ് ഈസ് എസെൻഷ്യലി സർക്കുലേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ, അല്ലെങ്കിൽ സർക്കുലേഷൻ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഞാൻ ശരിക്കും ആ സർക്കുലേഷനും വോർട്ടിസിറ്റിയും തമ്മിലെ റിലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി വെക്ടർ ഫോർ 2-dimensional incompressible fluid flow is given by u is equal to y cube by 3 plus 2x minus x square y and v is equal to xy square minus 2y minus x cube by 3. Find whether the flow is possible or impossible. Second question, whether the flow is rotational or irrotational. മെയ് 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഫ്ലോ പോസിബിൾ ആണോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആണോ എങ്ങനെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്? അത് ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലം ചെയ്തതാണ്, തിയറിയും പറഞ്ഞതാണ്. ഇതെന്താണ്? 2-dimensional കേസാണ്. അങ്ങനെയാണെങ്കിൽ 2-dimensional കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ വരുന്നത്? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ യുവിൻ്റെ വാല്യൂ എന്താണ്? ഇതാണ് യുവിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത്. ഡോ യു ബൈ ഡോ എക്സ് എടുക്കണം, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അന്നേരം ആര് കോൺസ്റ്റൻ്റ് ആക്കണം? വൈ കോൺസ്റ്റൻ്റ് ആക്കണം. എന്ത് വരും? ഫസ്റ്റത്തെ ടേം 0 ആയി. 2x എന്ത് വരും? 2 വരും. എക്സ് സ്ക്വയറിൻ്റെ വൈ, എക്സ് സ്ക്വയറിൻ്റെ 2x ഇൻറ്റു വൈ വന്നു. അങ്ങനെ എന്തും ചെയ്യുക? വി ഈസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് 2y മൈനസ് എക്സ് ക്യൂബ് ബൈ 3. എനിക്കിവിടെ എന്താ വേണ്ടേ? ഡോ വി ബൈ ഡോ വൈ ആണ്. അതും കണ്ടുപിടിക്കുക. എന്ത് കിട്ടും? 2xy മൈനസ് 2 എന്ന് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്ത് നോക്കുക. ഈ ടേമും എൻ്റെ ഡോ യു ബൈ ഡോ എക്സിൻ്റെ ടേമും ഡോ വി ബൈ ഡോ വൈയും ആഡ് ചെയ്ത് നോക്കുക. അത് 0 കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂറ്റി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതെന്താ? പോസിബിൾ കേസ് ഓഫ് ഫ്ലോ ആണ്. ആഡ് ചെയ്ത് എനിക്ക് എന്താണ് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. എന്താ? ഇറ്റ് ഈസ് എ പോസിബിൾ കേസ് ഓഫ് ഫ്ലോ. അടുത്തെന്താണ്? റൊട്ടേഷനാണോ ഇറൊട്ടേഷനിലാണോ എന്ത് കണ്ടുപിടിക്കണം? ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഡെൽ ക്രോസ് വി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 2-dimensional ഫ്ലോ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? XY പ്ലെയിനിലാണ് ഫ്ലോ നടക്കുന്നത്. കാരണം എന്താ? യു ആൻഡ് വി ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം, തന്നിരിക്കുന്നത് യുവും വിയും ആണ്. മീൻസ് ഫ്ലോ നടക്കുന്നതാണ് XY പ്ലെയിനിലാണ്. XY പ്ലെയിനിലാണ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഏത് ആംഗുലർ വെലോസിറ്റി എടുക്കാൻ വേണ്ടി പറഞ്ഞത്? ω/z. കാരണം ഈ ഒരു പ്ലെയിനിൽ റൊട്ടേഷൻ നടക്കുന്നത് എബൌട്ട് ഏത് ആക്സിസ് ആണ്? Z ആക്സിസ് ആണ്. നമ്മൾ ω(x), ω(y), ω(z) മൂന്നിൻ്റെ എക്സ്പ്രഷൻ അറിയാം. അതിൽ ഏതെടുക്കണമെന്ന് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. അതിന് 2-dimensional ഫ്ലോ ആയതുകൊണ്ട് ഏത് പ്ലെയിനിലാണ് ഫ്ലോ നടക്കുന്നത് അറിയണം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ ω(z) എടുക്കണമെന്ന് പറയുന്നത്. ω(z) ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഡോ യു ബൈ ഡോ വൈ ആണ്. ഇത് 0 ആണെങ്കിൽ എന്താണ്? ആംഗുലർ വെലോസിറ്റി 0. അതിൻ്റെ മീനിങ് എന്താണ്? ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്. ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വാല്യൂ നോക്കിയിട്ട് വേണം റൊട്ടേഷണലാണോ ഇറൊട്ടേഷണലാണോ പറയാൻ വേണ്ടിയിട്ട്. അത് ഇവിടെ എന്താ? ഡോ യു ബൈ ഡോ വൈ ആണ് വേണ്ടുന്നത്. യു അറിയുക, വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇനി എന്താണ്? ഡോ വി ബൈ ഡോ എക്സ് ആണ്. വിയും അറിയുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ്പ്രഷൻ കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് കിട്ടും?
നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന എന്താണ് 0 ആണ്. റൊട്ടേഷൻ 0 അല്ല റൊട്ടേഷണൽ കമ്പോണൻറ്റ് 0. ഫ്ലോ എന്താണ് ഇറൊട്ടേഷണൽ ഫ്ലോ ആണ്. ഇനി 3D കേസിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം പറഞ്ഞു എന്താണ് റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ നോക്കാൻ വേണ്ടി എന്തായത് കേൾ ഓഫ് വെലോസിറ്റി വെക്ടർ എടുത്താൽ മതി, അല്ലെങ്കിൽ ഡെൽ ക്രോസ് ബി. അത് 0 ആണെങ്കിൽ എന്തായിരിക്കും ഇറൊട്ടേഷണലായിരിക്കും, നോൺ 0 ആണെങ്കിൽ റൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കും. അത് 0 ആണോ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 3D ക്വസ്റ്റ്യൻ ആണ്, 3D ഫ്ലോവിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, if the velocity field is given by u is equal to x plus y and v is equal to x cube minus y, find the circulation around a closed contour given by x is equal to 0, y is equal to 0, x is equal to 1, y is equal to 1. ക്വസ്റ്റ്യൻ എന്താണ്? സർക്കുലേഷൻ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. സർക്കുലേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആ ഇക്വേഷൻ ഇതൊക്കെ എങ്ങനെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെന്നാണ് അറിയേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് വൈ ആക്സിസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് എക്സ് ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പോയിൻ്റ് അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ ശരിക്കും ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. അറൗണ്ട് എ ക്ലോസ്ഡ് കോണ്ടൂർ ഗിവൺ ബൈ, ഇതൊക്കെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻസ് ആണ്, അല്ലാണ്ട് ഒരു പോയിൻ്റ് അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശരിക്കും മനസ്സിലാക്കണത് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്, വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 1 അങ്ങനെ ഒരു ലൈൻ എനിക്ക് അങ്ങനെ വരക്കാം എക്സ് വൈ പ്ലെയിനിൽ. ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനല്ലേ. ഏത് വൈ എടുത്തിട്ടും കറസ്പോണ്ടിങ്ങിൽ എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത് അങ്ങനെ വരക്കാം. ഈ വരച്ചിരിക്കുന്നതാണ് വൈ ഈസ് ഈക്വൽ ടു 1. ഏത് എക്സ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വൈയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. എന്ത് ചെയ്യുക? എക്സ് വൈ പ്ലെയിൻ വരച്ചിട്ട് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ലൈൻസൊക്കെ വരച്ചിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എനിക്കൊരു ക്ലോസ്ഡ് റീജിയൻ കിട്ടും. അതിന് എലോങ് ആണ് എനിക്ക് സർക്കുലേഷൻ കണ്ടുപിടിക്കേണ്ടത്, അതിന് അറൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ക്ലോസ്ഡ് കോണ്ടൂർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എടുത്ത് എഴുതണം. ഒരു എൻഡ് പോയിൻ്റ് എന്താണ്? ഒറിജിനാണ് 0 0. അടുത്ത എൻഡ് പോയിൻ്റ് ആണ് 1 0, ബി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അടുത്തത് 1 1 ആണ്, അടുത്തത് 0 1 ആണ്. അതെടുത്ത് എഴുതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനുശേഷം സർക്കുലേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ പ്ലസ് ഡബ്ല്യു ഡി സെഡ്. ഇത് ജനറൽ ഇക്വേഷനാണ്. ഇവിടെ എന്താണ്? 2D ആണ്, ആര് ഇല്ല, ഡബ്ല്യു 0 ആണ്. ഇക്വേഷൻ അങ്ങനെ മാറും, ഇൻ്റഗ്രൽ യു ഡി എക്സ് പ്ലസ് വി ഡി വൈ. ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്നേലു. യുവിൻ്റെ വാല്യൂ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. വിൻ്റെ വാല്യൂ ഇവിടെ യുവിൻ്റെ വാല്യൂ, അതായത് വിൻ്റെ വാല്യൂ അതൊന്ന് അടുത്ത് എഴുതിയെന്ന് മാത്രം. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? സർക്കുലേഷൻ അറൗണ്ട് എ ബി സി ഡി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യും. ഓരോ ലൈനായിട്ട് ഇതിനെ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ ലൈനായിട്ട് എന്ത് ചെയ്യും? ഞാൻ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. എ ബി, ഇവിടെ എ ബിക്ക് യു ഡി എക്സ് പ്ലസ് വി ഡി വൈ, ദെൻ ബി സിക്ക്, അതേപോലെ പിന്നെന്താ സി ഡിക്ക്, പിന്നെ എ ഡിക്ക്. ആ ഓർഡറിൽ തന്നെ എടുക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ എ ബിയിൽ എന്താണ്? വൈ 0. ഓക്കെ, വൈ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എടുക്കുക. വൈ കോൺസ്റ്റൻ്റ് ആയിട്ടില്ല വരുന്നത്, വൈ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ എന്തായിരിക്കും? ഡി വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ. ചേഞ്ചിൻ്റെ കോൺസ്റ്റൻ്റ് എന്താണ്? 0 ആണ്. ഈ ടേം എന്തായി? 0. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? യു ഡി എക്സ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു ലൈൻ നോക്കുക. സെക്കൻഡ് ഞാൻ എടുത്തിരിക്കുന്ന ബി സി എന്ന പേര് നോക്കി ചെയ്യണം. സെക്കൻഡ് ബി സി ആണ്. അവിടെ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്താണ്? 0 ആണ്. അത് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. അടുത്തത് സി ഡി ആണ്. അവിടെ എന്താ? വൈ ഈസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റാണ്. അന്നേരം ഡി വൈ 0 ആയി. എന്ത് മാത്രമേ ഉള്ളൂ? യു ഡി എക്സ് ഉള്ളൂ. ഇനി ഇവിടെ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ സം കോൺസ്റ്റൻറ്റ്. ദെൻ ചേഞ്ച് ഇൻ എക്സ്, ഡി എക്സ് എന്തായി? 0 ആയി. ഈ ടേം 0 ആയി. ബാക്കി വി ഡി വൈ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ടേമിലോട്ട് ഞാൻ മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യുക? യുവിന് വാല്യൂ കൊടുക്കുക. യു എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അതേപോലെ വി എന്താണ്? എക്സ് ക്യൂബ് മൈനസ് വൈ ആണ്. വാല്യൂ കൊടുത്തു.
എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ്, അതേപോലെ വിൻ്റെ സ്ഥാനത്ത് എക്സ് ക്യൂബ് മൈനസ് വൈ, ഇവിടെ എന്താ യുവിൻ്റെ സ്ഥാനത്തും അതേപോലെ വിൻ്റെ സ്ഥാനത്തും വാല്യൂ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഇത് തൊട്ട് മുമ്പ് കണ്ട എക്സ്പ്രഷനാണ്. അതിനുശേഷം ഓരോ ലൈൻ ഒന്നും കൂടെ നോക്കുക. ലൈൻ എ ബിയിൽ എന്താണ് ഇപ്പം വരുന്നത്, എനിക്ക് എക്സ് പ്ലസ് വൈ ഡി എക്സ് ആണ്. അവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ചെയ്യുന്നത്. മീൻസ് അവിടെയുള്ള വൈയുടെ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. വൈ എന്താണ് 0 ആണ്. ഈ വൈയുടെ സ്ഥാനത്ത് ഞാൻ 0 കൊടുത്തു. ഇനി അടുത്തത് ബി സി. അത് ബി സിയുടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ്. അന്നേരം അവിടെയുള്ള എക്സിൻ്റെ വാല്യൂ എന്താണ്, അത് എനിക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1 ആണ്. 1 ക്യൂബ് മൈനസ് വൈ ഡി വൈ. വൈക്കൊന്നും വാല്യൂ കൊടുക്കാൻ വേണ്ടി പാടില്ല, വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കുക, സി ഡി ആണ്. അവിടെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആരുടെ വാല്യൂ കൊടുക്കുക, വൈയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്തത് നോക്കുക, അത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ ഞാൻ 0 ഇട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്താ ഇതെന്തായി എക്സ് ഡി എക്സ് ആയി, ഇത് 1 മൈനസ് വൈ ആയി, എക്സ് പ്ലസ് 1 ഡി എക്സ് ആയി, അതേപോലെ ഇതെന്താ മൈനസ് വൈ ഡി വൈ ആയി. അതിനുശേഷം ഞാൻ ലിമിറ്റ് കൊടുക്കുന്നത്, എക്സിൻ്റെ ലിമിറ്റ് കൊടുത്തു. ഈ എ ബി എക്സിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, 0 to 1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി ബി സിയിലാണെങ്കിലോ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്, വൈയുടെ ലിമിറ്റാണ് നോക്കേണ്ടത്, 0 to 1 തന്നെയാണ്. അടുത്തെന്താ സി ഡിയിൽ, അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. എക്സിൻ്റെ ലിമിറ്റ് എന്താണ് 1 to 0 ആണ്. നോക്കണം, ആ ഓർഡറിൽ തന്നെ എടുക്കണം, ഈ പോകുന്ന ഓർഡറിൽ തന്നെ എടുക്കണം. ലിമിറ്റ് 1 to 0 ആണ് വരുന്നത്. അടുത്തതോ ഇവിടെയുള്ള എ ഡിയിൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിത്ത് റെസ്പെക്ട് ടു ഡി വൈ, വൈയുടെ വാല്യൂ എടുക്കണം 1 0, ലിമിറ്റ് 1 0. ആ ഓർഡറിൽ തന്നെ ലിമിറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ ലാസ്റ്റ് വാല്യൂ തെറ്റും. അതിനുശേഷം എന്ത് ചെയ്തു, ഇനി ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. എക്സ് ഡി എക്സിൻ്റെ എന്നാണ് x²/2 ലിമിറ്റ് കൊടുക്കുന്നത് 1 0. അതേമാതിരി വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് വെച്ചാൽ y മൈനസ് y²/2. അതേപോലെ ഇവിടെ x²/2 പ്ലസ് എക്സ്, ഇവിടെ y²/2 മൈനസ് അതിനുണ്ട്. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഈസ് ഈക്വൽ ടു 0 കിട്ടും. സർക്കുലേഷൻ അതിൻ്റെ വാല്യൂ എന്താ സോൾവ് ചെയ്ത അവസാനം 0 ആണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് എൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ വെലോസിറ്റി ഫീൽഡ് ഗിവൺ ബൈ u is equal to x² and v is equal to minus 2xy. Find the circulation around the area bounded by a11, b21, c22, d12. ഇവിടെ ഡയറക്റ്റായിട്ട് പോയിൻ്റാണ് തന്നിരിക്കുന്നത്. ആ പോയിൻ്റ് വെച്ചിട്ട് എന്ത് വേണം, ആ എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് എന്ത് വേണം, ആ ക്ലോസ്ഡ് ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെക്റ്റ് ചെയ്യുക ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ്. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നോർമലി ആദ്യം തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എക്സ് വൈ പ്ലെയിൻ വരക്കുക. ഇവിടെ എന്താ 1 2, ഞാൻ നോർമലി എക്സ് വൈ 1 2 മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് 1 2. ഞാൻ എ എന്താണ്, എ എന്ന് പറഞ്ഞ പോയിൻറ്റ് x1 y1 അത് മാർക്ക് ചെയ്തു. അതേപോലെ ബി 2 1, x2 y1, അതേപോലെ സി എന്ന് പറഞ്ഞാൽ 2 2. ശരിക്കും ആക്ച്വലി കോർഡിനേറ്റ് വരച്ചിട്ട് മാർക്ക് ചെയ്യുക, എന്നാൽ പിന്നെ തെറ്റാൻ വേണ്ടി പോകുന്നില്ല. അതിനുശേഷം ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ത് വരും, ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് വൈയുടെ വാല്യൂ 1 ആണ്, അതായത് y is equal to 1. ഇനി ഇതിൻ്റെ എന്താണ് y is equal to 2 വരും. ഇനി ഈ ഒരു ലൈൻ്റെ എക്സ്പ്രഷൻ എന്താ, x is equal to 2 വരും, ഇവിടെ x is equal to 1 നോക്കണം. അതെന്താണ് ഓരോ ലൈനിലും വരുന്ന ഇക്വേഷൻസ് ആണ്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ലിമിറ്റ് എടുക്കുന്ന സമയത്തും ഓരോ കോർണറിലെ പോയിൻ്റ് വെച്ചിട്ട് ലിമിറ്റ് എടുത്തിട്ട് തൊട്ട് മുമ്പ് ചെയ്ത മാതിരി ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കുക.